സംവിധായിക അഞ്ജലി മേനോൻ നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം അഞ്ജലി മേനോൻ. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ്. സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ വ്യക്തമാക്കിയ വിവരങ്ങൾ കൃത്യമായി ഒരു റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നു. ഇത് പുറത്തു വരുന്നത് വലിയ ഞെട്ടലോടെയാണ് കേരളം ആ വാർത്ത കേൾക്കുന്നത്. സിനിമാ മേഖലയിൽ എല്ലാ മേഖലയിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ചലച്ചിത്ര മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ഭൂഷണമല്ല. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടിനെ എങ്ങനെ കാണുന്നു? സംവിധായക കൂടിയാണല്ലോ അഞ്ജലി മേനോൻ. ഈ ഒരു റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടത് WCC 2017 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അത്രമാത്രം കേരളത്തിന് തന്നെ വല്ലാതെ എഫക്ട് ചെയ്തിട്ടുള്ള ഒരു സെക്ഷുവൽ അസോൾട്ട് കേസിന് പുറകെയാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സ്ത്രീകൾ നേരിടുന്നത് എന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഒരു റിക്വസ്റ്റിലൂടെയാണ് ഞങ്ങൾ ചീഫ് മിനിസ്റ്ററെ അറിയിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയമിച്ചതും അവർക്കുള്ള ടേംസ് ഓഫ് റെഫറൻസ് കൊടുത്തതും. അപ്പൊ ഈ ടേംസ് ഓഫ് റെഫറൻസ് പോലും ഞങ്ങളുടെ ആ കത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 7 ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ജസ്റ്റിസ് ഹേമയും അവരുടെ ടീമും കൂടെ ഒരു 2-2.5 വർഷം എടുത്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇപ്പോഴാണ് ഇന്നത്തെ ദിവസമാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. 5 വർഷമായിട്ട് ഇതിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാൻ താല്പര്യം വേറെ ഒന്നിനുമല്ല. ഇങ്ങനത്തെ ഒരു സ്റ്റഡി ഇവിടെ നടത്തിയിട്ട് ഇതിന്റെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ഇവിടെ വേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഡോക്യുമെന്റേഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു വേണ്ട രീതിയിൽ ഒരു ഒഫീഷ്യൽ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. എപ്പോഴും ആര് പറഞ്ഞാലും ഇവിടെ അങ്ങനത്തെ പ്രവണതകളൊന്നും ഇല്ല, ഇവിടെ എല്ലാം സുഖമാണ് എന്ന് പറയാനുള്ള ഒരു ക്ലിയർ നാരറ്റീവാണ് സ്ഥിരമായിട്ട് ഇവിടുത്തെ ഇൻഡസ്ട്രി തന്നുകൊണ്ടിരുന്നത്. അതിനൊരു വ്യത്യാസം വന്നിരിക്കുന്നത് WCC വന്നതിന് ശേഷം തന്നെയാണ്. അപ്പൊ ആ പറയുന്ന ഒരു നാരറ്റീവിന് ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റേഷന്റെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴാണ് ശരിക്കും ചേഞ്ചിനുള്ളൊരു സാധ്യത. അപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു ആദ്യത്തെ പടിയാണ് ഈ റിപ്പോർട്ട്. ഈ പ്രശ്നങ്ങൾ നേരിട്ടിട്ട് പിന്നെ അതിന് എന്ത് സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളത് അടുത്ത പടിയാവും. പക്ഷെ ഫോർ എനി ചേഞ്ച് ആദ്യം അക്നോളജ്മെന്റ് ഓഫ് ദ പ്രോബ്ലം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അഞ്ജലി മേനോൻ, ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പറയുന്നു, ഈ അവസരം ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അവർ വഴങ്ങിക്കൊടുക്കലിനൊക്കെ വിധേയരാകേണ്ടി വരുന്നു എന്നൊക്കെയാണ് നടിമാർ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്തുള്ള ഒരു പരിപാടിയാണ്, സ്ഥിരം നാടക പരിപാടിയാണ്. ഈ പറയുന്നതിലൊന്നും കാര്യമില്ല. ഇത്രയും നാൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ പറയാവുന്ന മേഖലകളിൽ എന്തുകൊണ്ട് ഇത് പറയാതിരുന്നു? അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പുരുഷന്മാരായിട്ടുള്ള നടന്മാരെയൊക്കെ സമ്പൂർണ്ണമായി തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്നുള്ള നിലയിൽ ഉള്ള വിമർശനങ്ങളാണ്. നമ്മളതിനോട് യോജിക്കുന്നില്ല. മറ്റ് മേഖലയിലുള്ള വിമർശനങ്ങളെ എങ്ങനെയാണ് ഒരു സംവിധായിക എന്നുള്ള നിലയിൽ അഞ്ജലി മേനോൻ കാണുന്നത്? ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിനിമാ മേഖലയിൽ നടക്കുന്നു എന്നത് നമുക്കും കൂടി സ്ഥിരീകരിക്കാവുന്ന കാര്യമാണോ അഞ്ജലി മേനോൻ? അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ കമ്മിറ്റിയാണ്. അതിൽ ഒരു അംഗം അവര് ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരു ആളാണ്. ശ്രീമതി ശാരദാമ്മ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു നടിയാണ്. അതുകൂടാതെ KV വത്സലകുമാരി എന്ന് പറഞ്ഞ ഇവിടെയുള്ള ഒരു ബ്യൂറോക്രാറ്റ്, അതായത് ഒരു IAS ഓഫീസറാണ്. ഈ 3 വ്യക്തികളും വളരെ ന്യൂട്രൽ ആയിട്ട് ചെയ്യേണ്ട ഒരു റിപ്പോർട്ട് അവർ ചെയ്തില്ല എന്നുള്ളൊരു നിലപാടാണ് ഇത് ശരിക്കും പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ക്വൈറ്റ് സാഡ്, ബിക്കോസ് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അവരിതെല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ കൺക്ലൂഷൻസ് ആണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവർ മീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. പുരുഷന്മാരായിട്ടും സ്ത്രീകളായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടും ഒരു പവർ ഇല്ലാത്ത ആൾക്കാർ, ഇവരൊക്കെ ആയിട്ട് ഇവര് സംസാരിച്ചിട്ട് ഇങ്ങനെ അവരെ എഴുതി വെക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടാവും എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. ഇത്രയും കാലം ഈ സിനിമ ഇൻഡസ്ട്രി യാഥാർത്ഥ്യമുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. അപ്പോൾ സംവിധായക കൂടിയാണ്, യാഥാർത്ഥ്യമുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഈ പറയുന്ന കാര്യങ്ങളില് ഇത്രയും കാലം ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള പല ശബ്ദങ്ങളുടെ അതേ ഒരു എക്കോയിങ് അല്ലേ നമ്മൾ ഈ റിപ്പോർട്ടിൽ കേൾക്കണത്. ഈ റിപ്പോർട്ട് വായിച്ചിട്ട് പലവരും പറയുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, ഇതിലെന്താ പുതിയതുള്ളത് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. പക്ഷെ ഇതില് ഇതെന്താന്ന് ചോദിച്ചാല് ഇത്രയും കാലം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ
ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അതാണ് ഇനിയും വരുന്ന ചോദ്യം, അതാണ് എന്ത് ചെയ്തു. അങ്ങനെ തീരെ തള്ളി പറയാൻ താല്പര്യമുള്ള ആൾക്കാരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പറയുന്ന പെർസ്പെക്റ്റീവ്സ്, ഒരു റിപ്പോർട്ടിനെ, ഒരു ആധികാരികമായിട്ടൊരു റിപ്പോർട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഓരോരുത്തരുടെയും ഒരു അഭിപ്രായം, അവരുടെ ഒരു പെർസ്പെക്റ്റീവ്സ് എന്ന് വായിക്കാൻ കാണിക്കുന്ന താല്പര്യവും അതിനോട് റിയാക്റ്റും കാണിക്കുന്ന താല്പര്യവും ഒക്കെ, അതെല്ലാം നമുക്ക് പലതും പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും വളരെയധികം നന്ദി അഞ്ജലി മേനോൻ. ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായതിൽ വളരെയധികം നന്ദി.